എല്ലാത്തിനും ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് ആ സിനിമയുടെ കോർ എന്താണെന്ന് വെച്ചാൽ അതാണ് എൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റ് മൂവി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്ന പറയാതെ പറയുന്ന ഒരു സിനിമയാണത്. അതായത് അതിനു മുമ്പ് ഇവർക്ക് അവരുടെ വീട്ടിൽ ചെറുപ്പക്കാർ മാത്രം ഒരു ഹോസ്റ്റൽ പോലെ ഇല്ല, അങ്ങനെ ജീവിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ബഹളം, ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകൾ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോക്കൺ ഫാമിലി ഇതായിട്ട് നിൽക്കുകയാണ്. അവിടെ ഇതേ പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കും അമ്മ ഇവരെ വിട്ടിട്ട് പോയേക്കണുണ്ടാവും. പക്ഷെ അവിടെ തിരിച്ച് സ്ത്രീകളാണ് വരുന്നത്. ആ സമയത്ത് അതെങ്ങനെ ഒരു കുടുംബമാകുന്നു എന്നുള്ളതാണ് ശരിക്കും ആ പടമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീ എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന, അതായത് എന്താ പറയാ, അങ്ങനെ അടിവരയിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു പടമാണ്. അടുത്ത ഷെയ്നികം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയെ പറ്റി പറഞ്ഞ വാചകങ്ങളാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് കുമ്പളങ്ങി നൈറ്റ്സ്. പക്ഷേ ആ സിനിമ പൂർണ്ണമായും ഒരു ഫെമിനിസ്റ്റ് സിനിമയാണോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. സിനിമയുടെ കഥ എന്താ? ഉഴപ്പന്മാരായിട്ടുള്ള, ജീവിതത്തിൽ ഒരു അച്ചടക്കമില്ലാത്ത, നിസ്സാര കാര്യത്തിന് വഴക്കിടുന്ന ആണുങ്ങൾ. അവർ താമസിക്കുന്ന വീട്ടിലേക്ക് കുറച്ച് സ്ത്രീകൾ കടന്നു വരുന്നു. അതോടുകൂടി ജീവിതത്തിൽ ഇവർക്ക് ഉത്തരവാദിത്ത ബോധം വയ്ക്കുന്നു. പണിക്ക് പോകുന്നു, ജീവിതത്തിൽ അച്ചടക്കം വരുന്നു. ഇതല്ലേ ഇതിലെന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമുക്ക് സ്ത്രീയെയും പുരുഷനെയും നമ്മുടെ സമൂഹം ഓൾറെഡി വേർതിരിക്കുന്ന രീതിയിലല്ലാതെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നിടത്താണ്. സിനിമയിൽ പലയിടത്തായി സ്ത്രീ എന്നത് ഒരു വിശുദ്ധ കന്യാമറിയത്തെ പോലെയാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉത്തരവാദിത്തമില്ലാത്ത ആണുങ്ങളുടെ വീട്ടിലേക്ക് സ്നേഹമുള്ള സ്ത്രീകൾ കടന്നു വരുമ്പോൾ ആണുങ്ങൾ നന്നാവാറുണ്ടോ? പലപ്പോഴും ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലെ പോലത്തെ അവസ്ഥയാണ് കാണാറ്. ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കാൻ വീട്ടുകാരും ഭാര്യയും എത്ര ശ്രമിച്ചിട്ടും ശ്രീനിവാസൻ ചെയ്ത കഥാപാത്രം അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു. എന്ത് ചെയ്താലും നന്നാകുന്നില്ല എന്ന് കാണുമ്പോൾ ഭാര്യ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കും. സ്ത്രീ എന്നാൽ മാതൃവാത്സല്യമാണ്, അമ്മയാണ്, സ്നേഹമാണ്, ആഴക്കടലാണ് എന്നൊരു പ്രജുഡിസ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമ സെറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അച്ചടക്കമില്ലാത്ത ആണുങ്ങൾ പോലും സ്ത്രീകൾ വന്നാൽ നന്നാകും എന്നൊരു സാമൂഹിക ബോധം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ബോബി നല്ലൊരു മനുഷ്യനാണ്. എടാ, ഒരു ചായ കുടിക്കാൻ വേണ്ടി ആരും ചായക്കട തുടങ്ങും. ഞാനേ ഒരാണാണ്. എന്റെ ജീവിതം ഉണ്ടല്ലോ, ആ സിനിമയ്ക്ക് എനിക്ക് ഇടാൻ പറ്റുന്ന പേര് ഇട്ടിട്ടുണ്ട്. ഓളെ പ്രേമിച്ച പെൺകുട്ടി. എന്നാ കേട്ടോ, നീ നിന്റെ വീട്ടിലും പറയാം, ഞാൻ എൻ്റെ വീട്ടിലും പറയാം. കല്യാണം കഴിഞ്ഞു, ഇനി ഭാര്യയാണ് ഭർത്താവിനെ നന്നാക്കേണ്ടേ എന്ന് പറയുന്ന എന്തോരം സിനിമകൾ മലയാളത്തിലുണ്ട്. ഇവൻ നന്നാകുകയില്ല മോളെ, നീ വേണം ഇനി ഇവനെ നന്നാക്കി എടുക്കാൻ. എന്നെ അമ്മ വഴക്ക് പറഞ്ഞത് ഞാൻ മനസ്സമാനം തരാത്തോണ്ടാണത്ര ദിനേശേട്ടൻ കൂടി തുടങ്ങിയത്. കൊറേ ചികിത്സ ഇപ്പൊ കഴിഞ്ഞില്ലേ, ഞാനൊരു ചികിത്സ പറയാം. ഒരു വിവാഹം അങ്ങോട്ട് നടത്തുക, അതും ഇതിന്റെ ഒരു ചികിത്സാവിധിയാ. അതേ ഗണത്തിൽ തന്നെ ഇതും കാണാൻ പറ്റുള്ളൂ. ഒരു സന്ദർഭത്തിൽ ഷൈനികത്തിന്റെ കഥാപാത്രത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇച്ചിരി മണ്ടനാണ്, ഞാൻ അവനെ നന്നാക്കിക്കോളാം എന്നൊക്കെ. ഇച്ചിരി ഫ്രീക്കനാണ്, ഇച്ചിരി മണ്ടനാണ്, പക്ഷെ രണ്ട് ഡാർക്ക് കൊടുത്താൽ മാറുന്നേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ ഇതേ വാചകം തന്നെ ജയറാമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നീ എന്റെ മുറപ്പെണ്ണാടി, തരക്കേടില്ലാത്ത ഫിഗറാ, പക്ഷേ ലേശം തലക്കനുണ്ട്. ആ, ഒരു താലി മേടിച്ച് കഴുത്തി കെട്ടിയിട്ട് ഞാൻ ശരിയാക്കി എടുത്തോളാം. കുമ്പളങ്ങി നൈറ്റ്സ് എന്നത് ഒരു മോശം സിനിമയോ ഒരു ആന്റി ഫെമിനിസ്റ്റ് സിനിമയോ ഒന്നുമല്ല. പക്ഷേ നമ്മളുടെ സാമൂഹിക ബോധത്തെ വെല്ലുവിളിക്കുന്ന വളരെ കുറച്ച് രംഗങ്ങൾ മാത്രമേ ആ സിനിമയിൽ ഉള്ളൂ. പക്ഷേ ഉള്ള രംഗങ്ങൾ വളരെ മികച്ചത് തന്നെയാണ്. സിനിമയിൽ തന്നെ മക്കൾ 4 പേരും അമ്മയെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ പോകുന്നുണ്ട്. ആ അമ്മ വരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. നല്ല അമ്മയാകാൻ മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം എന്ന നിർബന്ധമില്ല എന്ന് ആ സിനിമ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒറ്റ തന്തയേ ഉള്ളൂ എന്ന് പറയുന്നു. അനിയത്തിയെ ഹസ്ബൻഡ് ഇൻസൾട്ട് ചെയ്യുമ്പോൾ ചേച്ചി ഇടപെടുന്നു. ഇങ്ങനെ ഒരുപാട് പ്രോഗ്രസീവ് രംഗങ്ങളും സിനിമയിൽ തന്നെ ഉണ്ട്. എൻ്റെ വിമർശനം സ്ത്രീ എന്നാൽ ഇങ്ങനെ, പുരുഷൻ എന്നാൽ ഇങ്ങനെ എന്നൊരു സ്റ്റീരിയോ ടൈപ്പ് ബാക്കി നിൽക്കുന്നു എന്നിടത്താണ്. സ്ത്രീ എന്നാൽ ക്ഷമയാണ്, സ്നേഹമാണ്, ദേവിയാണ് എന്ന് പറയുന്നതാണോ വേദനയും സങ്കടവും പകയും ദേഷ്യവും അങ്ങനെ എല്ലാ തരം വികാരങ്ങളുമുള്ള സാധാ മനുഷ്യനാണ് എന്ന് പറയുന്നതാണോ കൂടുതൽ പ്രോഗ്രസീവ്?